إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم نفسي إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في آمين أن اشكر لي ولوالديك وإلي المصير. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയ നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പ്രഭു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അത് യഥാവിധി സൂക്ഷിച്ച് പാലിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ പ്രഭു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തവാഫിന്റെ ഓരോ ചുറ്റ് കഴിയുമ്പോഴും അദ്ദേഹം വളരെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് വിയർത്തൊലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ ഈ പ്രയാസങ്ങളൊന്നും വകവെക്കാതെ താൻ തന്റെ ഉമ്മയെയും തോളിലെറ്റിക്കൊണ്ട് ഒരു സമയത്ത് പോലും തന്റെ ഉമ്മയെ നിലത്ത് വെക്കാതെ അദ്ദേഹം തന്റെ തവാഫ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനിടയിൽ അദ്ദേഹം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹിബിൻ ഉമറിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഉമ്മയെ തോളിലെറ്റിക്കൊണ്ട് നടത്തുന്ന തവാഫ് താങ്കൾ കാണുന്നില്ലേ? യാ ഇബ്നു ഉമർ അചറാനി ജസൈതുഹ, എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഇതൊരു പ്രത്യുപകാരമാകുമോ, ഇത് മതിയാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി എന്നോണം ആ ക്ഷീണിതനായ മനുഷ്യന്റെ ചോദ്യത്തിന് ഇബ്നു ഉമർ കൊടുക്കുന്ന മറുപടി ലാ വല ബിസഫ്രത്തിൻ വാഹിദ് എന്നുള്ളതാണ്. അഥവാ
നിന്റെ ഉമ്മ നിന്നെ ആലോചിച്ച് നെടുവീർപ്പിടുന്ന ഒരു സന്ദർഭത്തിന് പോലും ഇത് സമമാകുകയില്ല എന്നുള്ളതാണ്. ഒന്ന് നേരം വൈകിയാൽ, ഒന്ന് അസുഖം ബാധിച്ചാൽ, ഒന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഭക്ഷണം കഴിക്കുന്നത് അല്പം ഒന്ന് കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് സങ്കടപ്പെടുന്നത് കണ്ടാൽ, തന്റെ മകനെ പറ്റി, തന്റെ മകളെ പറ്റി ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന നീറ്റലുണ്ടല്ലോ, അതിന് പോലും ഇത് സമമാകുകയില്ല എന്നാണ് ഇബ്നു ഉമർ അവിടെ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യുപകാരം ചെയ്തു വെക്കാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളല്ല തന്റെ ഉമ്മയും ഉപ്പയും എന്നുള്ളത്. അത് ഒരു മനുഷ്യന് തന്റെ ജീവിതം കൊണ്ടത് സാധിക്കുകയുമില്ല. അത്രമേൽ കടപ്പാട്, അത്രമേൽ ആഴത്തിലുള്ള ബന്ധം ഓരോ മനുഷ്യനും തന്റെ മാതാപിതാക്കളുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ആണിനും ഒരു പെണ്ണിനും തന്റെ ഉമ്മയുമായിട്ട്, തന്റെ ഉപ്പയുമായിട്ട് അത്രയും അഗാധമായ ബന്ധം ഉണ്ടായിരിക്കണം. ആരാണ് മാതാപിതാക്കൾ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മൾ ആരോഗ്യവാന്മാരാണ്, നമ്മള് സ്വന്തം ജോലിയുടെ പിറകെ ഓടുന്ന മനുഷ്യന്മാരാണ്, നമ്മൾ സ്വന്തം വരുമാനമുള്ള ആളുകളാണ്, സ്വന്തം വീടുള്ള മനുഷ്യന്മാരാണ്, അങ്ങനെ തുടങ്ങി സ്വന്തം ഭക്ഷണത്തെ പറ്റി, സ്വന്തം കാര്യങ്ങളെ പറ്റി സ്വയം തീരുമാനമെടുക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇങ്ങനെ എല്ലാം സ്വന്തം കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആകുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവർക്കും ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒന്ന് സ്വന്തമായിട്ട് നിൽക്കാനോ, ഒന്ന് ഇരിക്കാനോ, സ്വന്തമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് സംസാരിക്കാനോ പോലും കഴിയാതിരുന്ന ഒരു കാലം. അന്ന് ഒരാൾ നമുക്ക് സഹായിയായിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മെ ഒന്ന് എടുത്തു നടക്കാൻ, നമ്മെ ഒന്ന് സഹായിക്കാൻ, നമുക്കൊന്ന് ഭക്ഷണം തരാൻ ഒരാളില്ലായിരുന്നുവെങ്കിൽ നാം തന്നെ ഇല്ലാതാകുമായിരുന്ന ഒരു കാലം. ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തത്തെ മറന്ന്, സ്വന്തം ജീവിതത്തെ മറന്ന്, സ്വന്തം ആരോഗ്യത്തെ മറന്ന്, സ്വന്തം ഭക്ഷണത്തെയൊക്കെ മറന്ന് തന്റെ മക്കൾക്ക് വേണ്ടി ഓരോ നിമിഷവും ചിലവഴിച്ച ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളത്. അഥവാ നമ്മെ വളർത്തിയെടുക്കുന്നതിൽ അത്രയും ത്യാഗം നിറഞ്ഞ സന്ദർഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയ ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. ആ ഒരു സമയത്ത് അവരുടെ പരിഗണനയിലും അവരുടെ ചിന്തയിലും ഒക്കെ നമ്മൾ ഓരോരുത്തരുമായിരുന്നു. അവരുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുമായിരുന്നു, നമ്മൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അവർ സംസാരിച്ചിരുന്നതും അവർ ചർച്ച ചെയ്തിരുന്നതും അവർ പറഞ്ഞിരുന്നതും ഒക്കെ തന്റെ മക്കളെ പറ്റിയിട്ട് തന്നെയായിരുന്നു. ഓരോ ചുവടുവെപ്പിലും, തന്റെ മക്കളുടെ ഓരോ കാൽവെപ്പിലും സന്തോഷം കണ്ടെത്തിയിരുന്ന, ആനന്ദം കണ്ടെത്തിയിരുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലും വലിയ പ്രതിസന്ധികൾ വന്നാലും സ്വന്തം മക്കളെ മറന്നുകൊണ്ട് ഒരു മാതാപിതാവും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. അവരെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ട എല്ലാ അടച്ചൊടുപ്പും ഒതുക്കാൻ, അല്ലെങ്കിൽ അവരെ ഒരു കൃത്യമായ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി എല്ലാം സഹിച്ച ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം മക്കളുടെ വിശപ്പിന് വേണ്ടി സ്വയം വിശന്ന ആളുകൾ, സ്വന്തം മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി സ്വയം ആരോഗ്യത്തെ മറന്ന ആളുകൾ. ഇങ്ങനെ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളെ പറ്റി, അവർ നമുക്ക് ചെയ്ത സേവനങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കടപ്പാടുകൾ എത്ര തീർത്താലും തീരാത്ത ഒന്നാണ് തന്റെ മാതാപിതാക്കളോടുള്ള കടപ്പാട് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി,
അള്ളാഹു ഉപദേശിക്കുകയാണ്, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും ഒരു നിലക്ക് നിങ്ങൾ മറക്കരുത്, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു, ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ മാതാവുണ്ടല്ലോ അവര് പ്രയാസത്തിന് മേൽ പ്രയാസം ചുമന്ന്, വലിയ തീക്ഷ്ണമായ പ്രയാസം അനുഭവിച്ച്, അത്രയും കാഠിന്യമേറിയ പ്രയാസത്തിന് മേൽ പ്രയാസം ചുമന്ന് നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് എത്തിച്ച ആളുകളാണ് നമ്മുടെ മാതാവ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എത്ര കാലം അവർ ഏറ്റി നടന്നു? ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 9 മാസക്കാലം ഒരു മാതാവ് തന്റെ പിഞ്ചു പൈതലിനെ ഏറ്റി നടക്കുന്നുണ്ട്. അങ്ങനെ അവര് പ്രയാസത്തിന് മേൽ, വേദനയ്ക്കുമേൽ വേദന സഹിച്ചുകൊണ്ടാണ് ഓരോ മാതാവും ഒരു കുട്ടിയെ ഈ ഭൂമി ലോകത്തേക്ക് പെറ്റിടുന്നത്. എല്ല് നുറങ്ങുമാറ്, മരണത്തെ മുഖാമുഖം കാണുമാറ് പ്രയാസം അനുഭവിച്ചുകൊണ്ട്, വേദന സഹിച്ചുകൊണ്ടാണ് ഓരോ മാതാവും ഓരോ മക്കളെയും ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ചിന്തിക്കാമായിരുന്നു ഇവരില്ലാതായിക്കോട്ടെ എന്ന്. എന്നാൽ അവര് ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ അംശം തന്റെ ശരീരത്തിൽ, തന്റെ ഉദരത്തിൽ വന്നത് മുതൽ എല്ലാം ആ ചെറിയ പിഞ്ചു പൈതലിന് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ്. സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം യാത്രകളെ, സ്വന്തം ജോലിയെ പോലും അവർ ആ ഉദരത്തിലുള്ള പിഞ്ചു പൈതലിന് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മാറ്റിവെച്ച് ആ ഉദരത്തിൽ വളർന്നു വരുന്ന പൈതലിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ആളുകൾ, അനേകം പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ, ഉറക്കമൊഴിവാക്കിയ ആളുകൾ, ഭക്ഷണത്തെ ലഘൂകരിച്ച ആളുകൾ, ഇങ്ങനെ പറയാൻ അനവധിയാണ്. എന്നാൽ അവിടെ തീർന്നിട്ടില്ല. ശേഷം അവരെന്ത് ചെയ്തു? നമ്മളെ പോറ്റി വളർത്തുന്നുണ്ട്. ഈ ഭൂമി ലോകത്തേക്ക് ഇട്ടതോടുകൂടി ഒരു മാതാവും ഒരു പിതാവും തന്റെ ഉത്തരവാദിത്വത്തെ അവിടെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് ഈ ഭൂമി ലോകത്ത് എത്ര കാലം ജീവിക്കുന്നുവോ ആ ജീവിതകാലം അത്രയും നമ്മുടെ കൂടെ തന്നെ അവരുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു സ്വയം നിലയിൽ എത്തുമ്പോൾ അവർ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് മാതാവിനെ പറ്റി, പിതാവിനെ പറ്റി അനേകം പറയാൻ സാധിക്കും. ആ മനുഷ്യരെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം. അവരെ നമുക്ക് നമ്മുടെ മാറോട് ചേർത്ത് നിർത്താൻ സാധിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാതാവിനെ പറ്റി, ഒരു പിതാവിനെ പറ്റി നമ്മൾ അനേകം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകം കഥകളും സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അത്? സംഭവങ്ങളോ കഥകളോ മാത്രമല്ല, അത് വലിയ വലിയ യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അടുത്ത് ജപ്പാനിൽ നടന്നൊരു സംഭവമുണ്ട്. അവിടെ ഭൂകമ്പം നടന്ന സമയത്ത് ഒരു മാതാവ് സുജൂദിൽ കിടക്കുന്നത് പോലെ കിടക്കുന്നുണ്ട്. അപ്പോ ആളുകൾ ചിന്തിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു, ആ നഷ്ടത്തിന്റെ പേരിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൽ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ കുറെ സമയം കടന്നുപോയി, ധാരാളം ആളുകൾ ആ വഴിയിലൂടെ കടന്നുപോയി. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഇതിങ്ങനെ തുടരുന്നത് കണ്ടപ്പോ ചില ആളുകൾ വന്നിട്ട് ആ മാതാവിനെ തട്ടുന്നുണ്ട്, ജസ്റ്റ് തട്ടി മറിച്ചിടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കണ്ട കാഴ്ച, ആ മാതാവ് മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ മാതാവ് തന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പിഞ്ചു പൈതന്യമായിട്ട് കിടക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ മാതാവ് തന്റെ തല പൊട്ടിച്ചിതറി ഈ അവസ്ഥയിലും തന്റെ മകനെ അല്ലെങ്കിൽ തന്റെ മകളെ, ആ പിഞ്ചു പൈതന്നെ ചേർത്ത് പിടിച്ച കാഴ്ച, ഇങ്ങനെ അനേകം കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫലസ്തീൻ നമുക്ക് വലിയ പാഠങ്ങളാണ്, ഫലസ്തീൻ നമുക്ക് വലിയ പ്രചോദനങ്ങളാണ്. അവിടെ നമ്മൾ കണ്ട പല കാഴ്ചകളുമുണ്ട്. നാഥനിൽ അടിയുറച്ച വിശ്വാസം കൊണ്ട് അവർ ചെയ്തു തീർത്ത കാര്യങ്ങൾ. ഈ അടിയുറച്ച വിശ്വാസത്തിന്റെ സമയത്തും നാഥൻ ഒരു മാതാവിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ചേർത്ത് നിർത്തുന്ന ആളുകൾ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ അനേകം കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ തന്റെ കഥ പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം ജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ട് എന്തെയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ആത്മഹത്യക്ക് മുന്നിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ചെന്നെത്തുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ അത് ഇല്ലാതാവുകയാണ്. പക്ഷെ അവസാനം അദ്ദേഹം കന്യാകുമാരിയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുകയാണ്. അങ്ങനെ അതിലെ തയ്യാറെടുപ്പോടു കൂടിയൊക്കെ സ്വന്തം നാട് വിട്ട്
കന്യാകുമാരിയിൽ പോയി റൂമെടുത്ത് വിഷം കഴിച്ച് മരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ അനേക റൂമുകളിൽ അദ്ദേഹം ചെന്നെത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും റൂം കൊടുക്കുന്നില്ല. അവിടെ പോലീസിന്റെ ഓർഡറാണ് ഒറ്റയ്ക്ക് വരുന്ന ആളുകൾക്ക് റൂം കൊടുക്കരുതെന്ന്. ഈ അടുത്ത സന്ദർഭത്തിൽ അനേകം ആളുകൾ ഒറ്റയ്ക്ക് വന്ന് താമസിച്ച് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് റൂം കൊടുക്കരുതെന്ന് ഓർഡർ ഉണ്ടെന്ന് ആ റൂമിന്റെ ഉടമസ്ഥൻ പറയുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ അവസ്ഥ പറയുന്നുണ്ട്. ഞാൻ വലിയൊരു യാത്രക്കാരനാണ്, അനേകം യാത്ര നടത്തുന്ന ആളുകളാണ്, ആ യാത്രക്കിടയിലാണ് ഞാൻ ഇവിടെ എത്തിയത്, എനിക്ക് താമസിക്കാൻ ഒരു റൂം കിട്ടണം, ഞാൻ ഒറ്റക്കാണ്, സോളോ റൈഡിന്റെ മനുഷ്യനാണ്, ഞാൻ ഒറ്റക്കാണ് യാത്ര നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോലീസ് ഇതിന്റെ യാഥാർത്ഥ്യം ശരിയാണെന്ന് മനസ്സിലാക്കി റൂം കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം റൂമില് ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ, അങ്ങനെ വിഷം കുടിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തന്റെ മനസ്സിലേക്ക് തന്റെ മാതാവിന് ഓർമ്മ വരികയാണ്. തന്നെ പെറ്റിട്ട, തന്നെ ഇത്രയും വലുതാക്കിയ തന്റെ മാതാവിന് ഓർമ്മ വരികയാണ്. അങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ ഈ ഒരു വലിയ പ്രതിസന്ധി ചെയ്തു വെച്ചാൽ, ഞാൻ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടിയാൽ എന്റെ ഉമ്മ എന്നെ അവിടെ കാത്തിരിക്കില്ല, എത്രത്തോളം കാലം എന്ന് കാത്തിരിക്കും, അതെനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ആ ഒരു ഒറ്റ ഓർമ്മ കൊണ്ട്, ഒരൊറ്റ ചിന്ത കൊണ്ട് മനുഷ്യനെ മാറ്റിമറിക്കുന്ന ചില ചിന്തകളാണ് ഇതൊക്കെ. അദ്ദേഹം അതിൽ നിന്നും വഴിമാറി എന്നുള്ളതാണ്. ഇത് നമുക്ക് ചില നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മൂല്യങ്ങൾക്ക് പകർന്നിരുന്ന ചില കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് നമ്മുടെ മാതാവിനെ പറ്റി, നമ്മുടെ പിതാവിനെ പറ്റി നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളും സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അവരെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. തന്റെ മകനെ ആലോചിച്ച്, തന്റെ മകളെ ആലോചിച്ച് അവർ നടത്തുന്ന ഓരോ ദുആകളും ഓരോ പ്രാർത്ഥനകളും അത് നിരന്തരം നീണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അവർക്ക് പ്രത്യുപകാരം ചെയ്തു തീർക്കാൻ പറ്റിയ ഒന്നല്ല അവർ നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതാണ്. ഇതോടൊപ്പം അല്ലാഹു തആല ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഇവര് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഇഹലോകത്തും നാളെ പരലോകത്തേക്കും നമ്മുടെ സ്വർഗത്തെ തീരുമാനിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഇത് ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പരിചയപ്പെടുത്തുന്നു. അല്ലാഹു പറയുകയാണ്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്നുള്ളത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നോട് ആരാധിക്കുക, ഒപ്പം നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക എന്നതാണ്. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു, നിങ്ങൾ എന്നോട് ഇബാദത്ത് ചെയ്യുക. ശേഷം പറയുന്നു, ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്ന്. ഈ ഇഹ്സാൻ എന്നുള്ള പദപ്രയോഗം അത് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ അള്ളാഹുമായുള്ള ബന്ധത്തോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അതിനെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മാതാപിതാക്കളോട് ബന്ധം മുറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പടച്ച റബ്ബിനോടാണ് നമ്മൾ ബന്ധം മുറിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട, ഇതോടൊപ്പം അള്ളാഹു തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹുവോട് നന്ദി കാണിക്കാൻ നിരന്തരം വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതോടൊപ്പം അള്ളാഹു പറയുന്നത് അനിസ്കുർലി വലി വാലിദൈക എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്നതോടൊപ്പം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ്. നന്ദിയുള്ള മക്കളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ അള്ളാഹുവോട് നന്ദി കാണിക്കുക, അതോടൊപ്പം നിങ്ങൾ മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. അഥവാ നിനക്ക് ജീവൻ തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഓരോ മനുഷ്യനും ജീവൻ കൊടുത്തിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ജീവനെ ഈ ഭൂമി ലോകത്ത് പിന്നെ സഞ്ചരിപ്പിക്കുന്നത്, അവരെ പോറ്റി വളർത്തുന്നത് മറ്റ് രണ്ട് ജീവനുകളാണ്. ആ ജീവനുകളെ നമ്മൾ ഒരു നിലക്കും മറക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നടത്തുന്നത്. ഇതുപോലെ തന്നെ നമ്മളൊക്കെ കേട്ട മറ്റൊരു കഥയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്ന പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന ഒരു കഥ. പ്രവാചകന്റെ അടുക്കല് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് ചോദിക്കുമ്പോ റസൂൽ കൊടുക്കുന്ന മറുപടി ഉമ്മുക്ക്, നിന്റെ ഉമ്മയോടാണെന്നാണ്. രണ്ടാമത് വീണ്ടും ചോദിക്കുന്നു, എന്റെ മറുപടി ഉമ്മുക്ക്, നിന്റെ ഉമ്മയോടാണെന്നുള്ളതാണ്. വീണ്ടും പറയുന്നു ഉമ്മുക്ക്, നിന്റെ ഉമ്മയോടാണെന്നുള്ളതാണ്. അവസാനം നാലാമതായിട്ട് പറയുന്നത് അബൂക്ക്, നിന്റെ ഉപ്പയോടാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഉമ്മമാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേർത്ത് പ്രവർത്തിച്ച ടീമാണ് ഉപ്പമാരെന്നുള്ളത്. അഥവാ മെഴുകുതിരികളെ പോൽ സ്വന്തം മക്കളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്വയം കരിഞ്ഞ് ഇല്ലാതായ ആളുകളാണ് നമ്മുടെ ഉപ്പമാരെന്നുള്ളത്. അവര്
സഹിച്ച ത്യാഗം എന്നുള്ളത്, അവരനുഭവിച്ച പ്രയാസം എന്നുള്ളത് എത്രയോ വലുതാണെന്നുള്ളതാണ്. അഥവാ ഒപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ള രണ്ടാളുകളാണ് ഈ രണ്ട് ജീവനുകളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം. ഉപ്പയുടെ പ്രാധാന്യം അത് അത്രത്തോളം വലുതാണ്. ഉമ്മ പലതരത്തിൽ ശാരീരികമായിട്ട് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ പ്രയാസത്തോടൊപ്പം മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന, അവരെ ചേർത്ത് നിർത്തുന്ന ആളുകളാണ് നമ്മുടെ ഉപ്പമാരെന്നുള്ളത്. ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ രണ്ടും അവർ പരസ്പരം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇണകൾ എന്നാണെന്നുള്ളതാണല്ലോ. ആ ഇണകൾ എന്നുള്ളത് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് സമാസമം തുല്യരായിട്ട് പങ്കിടുന്ന ആളുകളാണെന്നുള്ളതാണ്. ശാരീരികമായിട്ട് ഒരു സ്ഥലത്ത് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ മാനസികമായിട്ട് മറുവശത്ത് നമ്മുടെ ഉപ്പമാരും പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കല് ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഹിജറക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളൊക്കെ കൂട്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, സ്വഭാവത്തിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരെങ്കിലും നിങ്ങളെ മാതാപിതാക്കളെ വിട്ട്, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മറ്റാരുമില്ലാത്ത അവസ്ഥയിൽ ഹിജറക്ക് വേണ്ടി വന്ന ആളുകളുണ്ടെങ്കിൽ അവരോടായിട്ട് റസൂൽ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ ഈ നടത്തുന്ന ജിഹാദിനേക്കാൾ ഏറ്റവും വലിയ ജിഹാദ് നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കലാണെന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സമയം ചിലവഴിക്കലാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ട, അത്രത്തോളം ജിഹാദില് ഇസ്ലാമിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ ആ ജിഹാദിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് നിർത്തൽ, അവരെ സംരക്ഷിക്കൽ എന്നുള്ളത്. അത് നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം. ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ജീവിതത്തിന്റെ ഓട്ടത്തിലാണ്, ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കരുത് എന്നുള്ളതാണ്. എത്ര വലിയ ഓട്ടത്തിന് ആളുകളായാലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവരെ കേൾക്കാൻ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതേ നമ്മെ ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് റസൂൽ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം. ഒരിക്കല് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ ഉപജീവനം വലുതാക്കി കിട്ടാൻ വേണ്ടി, അത് ഏറ്റവും വലുതായി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തണമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബറക്കത്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് കാരുണ്യം വേണമെങ്കിൽ, നിങ്ങൾക്ക് റഹ്മത്ത് വേണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വലിയ നഷ്ടത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഉമ്മയുടെ കാലടിയിലാണ് സ്വർഗം എന്നുള്ളത്. അത് വെറും പാട്ട് എന്നതിനപ്പുറം അത് പാട്ടല്ല, അത് തീർച്ചയാണ്. ഉമ്മയുടെ കാലടിയിൽ തന്നെയാണ് സ്വർഗം എന്നുള്ളത്. ആ ഉദരത്തിൽ നിന്നും പിറന്നു വീണ ഓരോ കുഞ്ഞിന്റെയും സ്വർഗം തീരുമാനിക്കുന്നത് ആ ഉമ്മയും ആ ഉപ്പയും തന്നെയാണ്. ഒരിക്കലും മാതാപിതാക്കൾ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുകയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. അഥവാ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും, അത് തീർച്ചയാണ്. അഥവാ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾ കൊണ്ട് അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ആ പ്രയാസഘട്ടത്തിൽ അവർ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും, നമ്മൾ പ്രയാസപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ പ്രയാസത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കണം. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, വഇമ്മാ യബ്റുഅന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തകുൽ ലഹുമാ ഉഫ്ഫിൻ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ന് പോലും പറയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വാക്ക് എന്നതിനപ്പുറം അവരുമായിട്ടൊരു കോപത്തിന്റെ ഒരു നോട്ടം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മെ ഈ ലോകത്തെന്നല്ല നാളെ പരലോകത്തും നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. നമ്മളെ നാളെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്വർഗത്തെ ഇത് ഇല്ലാതാക്കും എന്നുള്ളതാണ്. അതോടൊപ്പം റസൂൽ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 3 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അതോടൊപ്പം 3 ആളുകൾ അല്ലാഹു നോക്കുകയില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് തന്റെ മാതാപിതാക്കളുമായിട്ട് ബന്ധം വിച്ഛേദിച്ച, അവരുമായിട്ട് കോപം പങ്കിടുന്ന
ആടുകളെയാണെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും സ്വന്തത്തെ പറ്റി ആലോചിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ സ്വന്തം എന്ന വാക്കിനെ ഉണ്ടാക്കി തീർത്ത, ഈ ഭൂമി ലോകത്ത് നമ്മെ അങ്ങനെ വളർത്തിയെടുത്ത മാതാപിതാക്കളെ ചേർത്ത് നിർത്താൻ, അവരെ നമുക്ക് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ സ്വർഗത്തെ, നമ്മുടെ നരകത്തെ തീരുമാനിക്കുന്നത് അവരാണെന്നുള്ള ബോധത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നാളെ സ്വർഗ പൂങ്കാവനത്തിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഒത്തുചേരാൻ, അവരോടൊപ്പം സമയം പങ്കിടാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ സ്വർഗ പൂങ്കാവനത്തിൽ കുടുംബത്തോടൊപ്പം ഒത്തുചേരാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മുസ്ലിം ഉമ്മത്തിന് വലിയ വിജയങ്ങൾ പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد عباد الله أوصيكم نفسي وثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തുയ്യിബു ദറാഹും വജഅൽ ജന്നത മഖവാഹും. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين. وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.